എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഈശ്വരനാമങ്ങൾ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഏത് രീതിയിലായാലും കീർത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം. ഈശ്വരനാമങ്ങൾ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നാമത്തെ പ്രകടമാക്കി തന്നിരിക്കുന്നു. ഈശ്വരനാമത്തിൻ്റെ മഹത്വം, മഹിമ എന്നുള്ളത് അവർണ്ണനീയമാണ്. എന്തുകൊണ്ടാണ്? എവിടെയാണോ നാമം ജപിക്കുന്നത്, എവിടെയാണോ നാമം സ്മരിക്കുന്നത്, എവിടെയാണോ നാമം കീർത്തിക്കുന്നത്, ആ സ്ഥലത്ത് വൈഷ്ണവിയുമായ ഭയങ്കരമായി നടനം ചെയ്യും. അതുകൊണ്ടാണ് എണ്ണമറ്റ നാമങ്ങളിൽ ഒരു നാമമെങ്കിലും കീർത്തിക്കുവാനായിട്ട് പൂന്താനം പറയുന്നത്. ഒരു നാമം പോലും കീർത്തിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഭവസാഗരമാകുന്നതിൽ കിടക്കുന്ന നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടുവന്ന് നിർത്തും. കാരണം എന്താണ്? അത് കടന്നു വന്നാൽ മാത്രമേ നാമം ജപിക്കുന്നതിൻ്റെ ഭാവം വരികയുള്ളൂ. ഭാവത്തോടുകൂടി വേണം നാമം ജപിക്കാൻ, പ്രേമത്തോടുകൂടി വേണം നാമങ്ങൾ ജപിക്കാൻ. അതിൽ ശ്രദ്ധയും ഭക്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് പുണ്യനാമമായിട്ട് മാറും. ജപിക്കുന്നവർക്കുള്ള ജന്മാന്തര പുണ്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഈശ്വരനാമം ഒരെണ്ണമെങ്കിലും ജപിക്കാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ നമുക്ക് വേണ്ടി തെളിയിച്ചു തന്നത് അഭേദാനന്ദ സ്വാമികൾ തിരുവഴിയിൽ പറയുന്ന മീരാഭായി തമ്പുരാട്ടിയാണ്. അപ്പോൾ ആ തമ്പുരാട്ടിയാണ്, കാരണം കൊട്ടാരത്തിലുള്ളതാണ്. അപ്പോൾ തമ്പുരാട്ടിയാണ് നമുക്ക് ഈ ഈശ്വരനാമത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നത്. പയോജിമേനെ രാമരത്തന് ധന പായോ സത്കി നാം ഖേവടിയാ സദ്ഗുരു ഭവസാഗർ തർ ആയോ രാമരത്തന് ധന പായോ. ഈ ലോകത്ത് കിട്ടാത്ത വസ്തുവാണ്. എന്ന് വെച്ചാൽ ഗുരുവിലൂടെ സുലഭമായിട്ട് ലഭിക്കുന്നതും. അല്ലാതെ നമുക്ക് ഈ രാമനാമം കിട്ടുകയില്ല. പയോജിമേനെ, ഞാൻ വിചാരിക്കാണ്ട്, ഞാൻ പറയാണ്ട്, ഏതോ ജന്മപുണ്യം കൊണ്ട് എനിക്ക് രാമരത്തന് ധന പായോ, രാമനാമമാകുന്ന രത്നം, അതോ രത്നക്കട്ടയാണ്. അപ്പോൾ ആ രാമനാമം എനിക്ക് കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഗുരുവിലൂടെ കിട്ടിയിരിക്കുന്നു. പയോജിമേനെ രാമരത്തന് ധന പായോ സത്കി നാം ഖേവടിയാ സദ്ഗുരു. ഈ ലോകം ഒരു സാഗരമാണ്, ഭവസാഗരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഗരത്തെ കടക്കാനാണ് ഈശ്വരൻ നമുക്ക് ഈ ഒരു ജന്മം തന്നത്. അതുമാത്രമല്ല, സദ്കി നാം ഖേവടിയാ സദ്ഗുരു, സദ്ഗുരുനാഥനാകുന്ന കപ്പിത്താനെയും തന്നിരിക്കുന്നു, ഒരു കപ്പൽ തന്നിരിക്കുന്നു ഇത് കടക്കാനായിട്ട്. ഏതാണ്? ഈശ്വരനാമം. ആ ഈശ്വരനാമം പ്രകടമാക്കി തന്ന സദ്ഗുരു, അതാണ് സദ്ഗുരു. ഗുരുനാഥന്മാർ സദ്ഗുരു എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരനാമം പറഞ്ഞ് പ്രകടമാക്കി നമ്മളെ അതാക്കി തീർക്കുന്നതായിട്ടുള്ള ആ ഗുരുകാരുണ്യം. സദ്കി നാം ഖേവടിയാ, ഖേവടിയ എന്ന് പറയുമ്പോൾ കപ്പിത്താൻ, ഒരു കപ്പലിൻ്റെ കപ്പിത്താനായിട്ട് ആരാണ്? ഗുരു തന്നെ വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകാനായിട്ട്. ഭവസാഗരം മാറ്റി ഭഗവാനിലേക്ക് കൊണ്ടു ചെല്ലുന്ന കാരുണ്യം ഗുരുവിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വരിക, വന്ന് നാമം ജപിക്കുക. എല്ലാവരെയും ഗുരുനാഥൻ ഇങ്ങോട്ട് എല്ലാവരെയും നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഓടി വരിക, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈശ്വരനാമം എല്ലാമാണ്. ജ്യോതിരൂപത്തിൽ നമുക്ക് ചുറ്റിനും കാവൽ നിൽക്കുന്ന ഒന്നാണ് ഈശ്വരനാമം എന്ന് പറയുന്നത്. നാമം കീർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ട. അവർ ഈ ഭവസാഗരത്തെ എളുപ്പത്തിൽ കടക്കുന്നു. ആരാ പറയുന്നത്? മീര
മീരാബായി കടന്നിട്ടാണ് പറയുന്നത്. ഭവസാഗർ തർ ആയോ, ഈ ഭവസാഗരം കടന്നു വരിക. ഞാൻ കടന്നിങ്ങ് വന്നിരിക്കുന്നത് എന്തുകൊണ്ട്? ഗുരുകൃപ കൊണ്ട്. ഇത് തന്നെ പറയുന്നത് ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള ഈശ്വരനാമം നമ്മുടെ നാവിൽ സദാ നമുക്ക് എന്തിനെല്ലാം പറയാൻ നാവിന് ഉണർച്ചയുണ്ട്, ഉണർവുണ്ട്. അതേസമയം ഈശ്വരനാമം പറയാൻ 2 തവണ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നരസിംഹത്തിൻ്റെ അമ്മ മാത്രം കാണുള്ളൂ. ആരാണ്? തൂണ് മാത്രമേ കാണൂ, ബാക്കി അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ അത് പാടില്ല. അതുകൊണ്ട് ഭവസാഗർ തർ ആയോ രാമരത്തന് ധന്യ പായോ, രാമനാമമാകുന്ന രത്നം കിട്ടിയത് കൊണ്ടാണ് ഭവസാഗരത്തെ കടക്കാൻ സാധിക്കുന്നത്. മീരാക്കെ പ്രഭു ഗിരിധർ നാഗർ. എനിക്കിത് പറയുന്നതിൽ ഒരു ഭയമില്ല, പേടിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ നാഥനായിട്ട്, എൻ്റെ പ്രിയനായിട്ട്, എൻ്റെ പ്രിയതനായി, എൻ്റെ പ്രാണദാതാവായിട്ട് ഗിരിധർ നാഗർ ഇടത്തെ കയ്യിലെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനത്തെ ചൂടിയ ആ മഹാപ്രഭു എൻ്റെ പ്രാണനാഥനായിട്ട് എന്നെ കൂടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ഈ ലോകത്തിൽ ആരെയും ഭയമില്ല. എനിക്ക് ഭയമില്ലാത്ത എന്തുകൊണ്ടാണ്? ഭയം പോലും ഭയക്കപ്പെടുന്ന ആ കൃഷ്ണൻ്റെ പുഞ്ചിരി എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് മീരാക്കെ പ്രഭു ഗിരിധർ നാഗർ ഹർക്ക് ഹർക്ക് ഭയഭായോ രാമരത്തന് ധന് പായോ പയോജി മേനെ രാമരത്തന് ധന് പായോ. ഇതുപോലെ മീര സജ്ജനങ്ങളുടെ മുമ്പേ ആടിപ്പാടി നടന്നതുപോലെ ഈശ്വരനാമം കീർത്തിച്ച് നമ്മളും മുന്നോട്ട് പോവുക.